RCBയുടെ വിജയാഘോഷത്തിനിടെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് 11 പേർ. 47 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദുരന്തം നടന്ന ഒരു രാത്രി പിന്നിടുമ്പോൾ ഇതുവരെ യഥാർത്ഥ കാരണം അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. കൃത്യമായ മുന്നൊരുക്കം നടത്താതെ പരിപാടി സംഘടിപ്പിച്ചതാണ് അപകടത്തിൽ കലാശിച്ചതെന്നാണ് ആരോപണം. കൂട്ടത്തോടെ ആരാധകർ എത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. 35,000 പേരെ മാത്രമാണ് സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുക. എന്നാൽ അവിടെ എത്തിയത് 3 ലക്ഷത്തിനടുത്ത് ആളുകളാണ്. ഇതും അപകടം ക്ഷണിച്ചു വരുത്താൻ കാരണമായി. KC വേണുഗോപാൽ ദേശീയപാത നിർമ്മാണത്തിന്റെ കാലനാവുകയാണെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സർക്കാരിനെ അടിക്കാൻ ഒരു വടി കിട്ടിയെന്ന രൂപത്തിൽ ആനന്ദ നൃത്തമാടുകയാണ് അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തെ ചൊല്ലി UDF മതവർഗീയത കുത്തിവെക്കുന്നുവെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിനിടെ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അത് സർക്കാരിനെ അടിക്കാനുള്ള വടിയായി ഉപയോഗിക്കുകയാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ് KC വേണുഗോപാൽ എന്നും റിയാസ് ആരോപിച്ചു. സംസ്ഥാനത്തെ നിലവിലുള്ള ഇരട്ടപ്പാതയ്ക്ക് സമാന്തരമായി 3ാമത്തെയും 4ാമത്തെയും റെയിൽവേ ലൈനുകൾ എന്ന റെയിൽവേയുടെ നിർദ്ദേശം അപ്രായോഗികമെന്ന് E. ശ്രീധരൻ. കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കുവച്ച പദ്ധതി സംസ്ഥാനത്ത് പ്രായോഗികമല്ലെന്നാണ് E. ശ്രീധരന്റെ നിലപാട്. സിൽവർ ലൈനിന് ബദലായുള്ള പാത സംബന്ധിച്ച് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത്. ഈ വർഷത്തെ നഴ്സിംഗ് പാരാമെഡിക്കൽ പ്രവേശനത്തിനായി സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളുടെ അഫിലിയേഷൻ നടപടികൾ ഈ മാസം 10-നകം പൂർത്തീകരിക്കാൻ സർക്കാരിന്റെ നിർദ്ദേശം. ജൂൺ 10-നകം ആരോഗ്യ സർവകലാശാലയും കേരള നഴ്സിംഗ് കൗൺസിലും കോളേജുകൾക്കുള്ള അഫിലിയേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സ്വാശ്രയ മാനേജ്മെന്റുകൾ നടത്തിയ ചർച്ചയിലാണ് ഈ ധാരണ. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിൽ പൂർണ്ണ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് US പ്രവേശനം പൂർണ്ണമായി വിലക്കിയിരിക്കുന്നത്.